LXT വേൾഡിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലേക്ക് മൈനിങ്ങിനും കൂടെ പോയി, ഓഫ് ലൈൻ മൈനിങ്ങിനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് അയൺ കിട്ടി, അത് ഞാൻ സ്മെൽറ്റ് വെച്ച് ചെറിയൊരു ലാഗ്. ഈ വില്ലേജർമാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. നമുക്കിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഓക്കെ, ഞാൻ എനിക്ക് കഴിഞ്ഞത് കിട്ടിയത് ഞാൻ കാണിച്ചത്. എനിക്ക് ഇന്നലെ മൈനിങ്ങിന് ഒറ്റൊരു ഡയമണ്ട് കിട്ടി ഗൈസ്, ഒറ്റ ഡയമണ്ട്. ഒക്സിഡൻ ഉണ്ടായിരുന്നു, നമുക്ക് നെതറിൽ പോയാലോ? നെതറിൽ പോയി മരിക്കാൻ വേണ്ട ഗൈസ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഞാൻ നെതറിൽ പോകാം ഗൈസ്. ഇപ്പം നമ്മുടെ ഓവർ വേൾഡ് തന്നെ ഇത് നോക്കാം. ഇപ്പോൾ ചിക്കൻ ഫാം എന്തായി ഗൈസ്? ഓക്കെ ഗൈസ്, 16 കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഫെൻസൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കാം. വേണ്ട, കോഴികൾ ഇനിയും കയറട്ടെ. നമ്മൾ നോക്കി പോകാതെ ഓരോ മോവ് ഇവിടെ പോകാം. നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോകാം ഗൈസ്. ഇങ്ങോട്ട് കുറച്ച് ചുറ്റിക്കാങ്ങാം. ഫുഡൊന്നും ഇല്ല ഗൈസ്, അതാണ് പ്രശ്നം. നമുക്ക് ഈ കാണുന്ന മോബുകളെ എല്ലാം കൊല്ലാം. പോകുന്ന ഈ പശുവും ഷീപ്പും എല്ലാം കാണുമല്ലോ, അതിനും കൂടെ കൊല്ലാം. ഒരുത്തനുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ അവനെയും കൂടെ കൊന്നിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ 3 ബീഫ് കിട്ടിയിട്ടുണ്ട്, റോ ബീഫ്. ഇങ്ങോട്ട് എന്തോ സാധനം. നമുക്ക് ഈ വേൾഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ മഞ്ഞമലയാണ് ഗൈസ്, നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോവാം. ഇവിടെ ഓഷ്യനാണോ പ്ലെയിൻസ് ആണോ നോക്കുമ്പോൾ ഒരു ഔട്ട് പോസ്റ്റ് എല്ലാ ഓനെ ആണ്ട ഒരു കേവ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഒരു അയണെങ്കിലും കിട്ടില്ലേ? ഓക്കെ, ഇത് വേഗം കേവല്ലോ ഗൈസ്, എന്തോ സാധനമാണ്. അതാണ്ട് കുറേ കോഴികൾ അന്വേഷിക്കുമ്പോൾ ഒരുത്തനെയും കാണില്ല, അല്ലാത്തപ്പോൾ കുറേ എണ്ണം ഉണ്ട്. അതാണ് ഗൈസ് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഇവിടെ ഷുഗർ കെയിൻ ഉണ്ട്, നമുക്ക് ഷുഗർ കെയിനും കൂടെ കൊണ്ടുപോകാം. കണ്ടോ, ആകെയുള്ള ഈ 3 എന്തോ ബീഫ് വറുത്തത്, ബീഫ് ഫ്രൈ. ഷുഗർ കെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാം. നമുക്ക് 2 ഡയമണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാമായിരുന്നു ഗൈസ്. എന്തുവാ, എൻചാൻറ്റിങ് ടേബിൾ. ഫുഡിന് വേണ്ടിയാണ് ഗൈസ് ഇവരെ കൊല്ലുന്നത്, അല്ലാതെ നമുക്ക് വൂളൊന്നും വേണ്ട. കുറേ ലെവലും അങ്ങ് കിട്ടി. ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ 12 ലെവലുണ്ട്. ലെവൽ കിട്ടാൻ ഇപ്പോൾ പാടാ ഗൈസ്. നമ്മൾ ഇങ്ങോട്ടല്ലേ എക്സ്പ്ലോറിങ്ങിന് പോയത്. അതുകൊണ്ടോ പശു എന്തുവാണ് ഇത്? കുറെ സ്പോണുണ്ട് ഗൈസ് ഇവിടെ. കുഞ്ഞിനെ കൊന്നിട്ട് ഒരു കാര്യമില്ല ഗൈസ്, ഒന്നിനും കിട്ടത്തില്ല. ഞാൻ ചെറിയ പശു വലുതാകുമ്പോൾ അതിനും കൂടെ കൊല്ലാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ ഫ്ലവർ ബയോമാന്ന് തോന്നുന്നു. നമുക്ക് ഈ പൂവൊക്കെ എടുക്കേണ്ട വരും. നമുക്ക് കോൺക്രീറ്റ് ഉണ്ടാക്കാം ഗൈസ്, കോൺക്രീറ്റ്. ഗ്രാവലും പിന്നെ എന്തുവാ വേണ്ട, കോൺക്രീറ്റ് ഉണ്ടാക്കാൻ. കോൺക്രീറ്റ് പൗഡർ ഉണ്ടാക്കാൻ ഗ്രാവലും ഡൈയും ആണ് ഗൈസ് വേണ്ടത്. കുറേ ഗ്രാവലും കൂടെ എടുത്തേക്കാം. നമുക്ക് കോൺക്രീറ്റും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യണം ഗൈസ്. കാണുന്ന ഗ്രാവലെല്ലാം ആ ഫ്ലിൻ്റ് ആയാലും കുഴപ്പമില്ല, നമുക്ക് ഗ്രാവലും. ഇല്ല, ഞാനൊന്ന് ഓഫ് ലൈൻ ചെയ്തോളാം. നമുക്കിപ്പോൾ മൈനിങ്ങിന് പോവാം. അല്ല, മൈനിങ്ങിന് എൻ്റെ വേൾഡ് എക്സ്പ്ലോറിന് പോവാം. എൻ്റെ സോഡിന് ഒരു തീരുമാനമായി ഗൈസ്. പേടിക്കണ്ട, 29 ആയതുകൊണ്ടല്ലോ കഴിഞ്ഞു. ഇവിടെ ഇതെന്താന്ന് തോന്നുന്നു ഗൈസ്, ഇവിടെ ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു ഗൈസ്. എന്തോ സാധനം ശ്രുതി ഉണ്ടെന്ന് പറയുന്ന പോലെ. ഇതാണ് ഗൈസ്, നിങ്ങൾക്ക് അതിൻ്റെ പേര് ഞാൻ മറന്നു. ഈ വെള്ളത്തിൻ്റെ അടിയിലുള്ള ഗ്രാസ് ഇല്ലേ, ആ സാധനമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ പൊങ്ങിയിരിക്കുന്ന ആ ബ്ലോക്ക് പോലെ കണ്ടത് ആ ഗ്രാസാണ്. നമുക്ക് എന്തെങ്കിലും വലിയ പണി ചെയ്യുമ്പോൾ ഇവിടെ വരേണ്ട വരും, കാരണം കുറേ മരങ്ങൾ കെട്ടാം. ഓക്കെ, ഇവിടെയൊക്കെ ഇത്രയും തന്നെ ഉള്ളു. അതിൻ്റെ ബാക്കി ഗൈസ് ഇവിടെ ഒരു ഐസ് ഉണ്ട് ഗൈസ്. വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോയി നോക്കാം.
പിന്നെ എക്സ്പ്ലോർ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. മുയലാണിത്. ദേഷ്യക്കാരനാണ്. കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു. ഓക്കെ, അവനെ കൊന്ന് ഒറ്റയടിക്കാൻ ചത്തു. ഓക്കെ വയസ്സ്, ഇവിടെ സ്പോസ് ഒക്കെ ഉണ്ട്. ഇവിടെ അധികം ഒന്നുമില്ല വയസ്സ് എക്സ്പ്ലോർ ചെയ്യാൻ. വില്ലേജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇവിടെ നമ്മൾ എപ്പോഴും വരേണ്ടതാണ് സ്പോസ് ഒപ്പിക്കാൻ. നമ്മുടെ ബെഡ് റോക്ക് എഡിഷൻ നമുക്ക് ഷുഗർക്ക് നമുക്ക് ബോൺ മീൽ ചെയ്യാം. പക്ഷെ ജാവയിൽ അത് പറ്റത്തില്ല. എനിക്ക് ജാവ കളിക്കണമെന്നുണ്ട്, പക്ഷെ ഒരു PC ലാപ്ടോപ്പ് ഒന്നുമില്ല. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കുറേ ചെയ്ത് പൈസ എന്തുവാ കുറേ പേര് എളുപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്കൊരു PC വാങ്ങിക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് അത് ജാവ അടിച്ചിട്ടില്ല. പിന്നെ GTA 5 കളിക്കുന്ന വീഡിയോസൊക്കെ ഇടുന്നിട്ട് മോനെ. വയസ്സ് ഇവിടെ പശുവൊക്കെ ഉണ്ട്. വയസ്സ് ഇവിടെ ആമയൊക്കെ ഒന്നേക്കും കിട്ടുമോ വയസ്സ്? ആമ അടിക്കുവോ? കൊല്ലുവോ? ഓക്കെ, ആനൊക്കെ ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. അതുപോലെ ഒന്നും കിട്ടില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഫുഡ് ഒരു തീരുമാനമായിട്ടുണ്ട് ഗൈസ്. ഉണ്ടോ ചെറിയ ഇല്ല ആകിൻ്റെ ബഗ് റോക്ക് എഡിഷൻ കാണുന്നുണ്ട്. നമ്മളിവിടെ ഫ്ലവർ ഇങ്ങോട്ടാണ് ഗൈസ്. ഈ ഫ്ലവേഴ്സ് അടിച്ചു മാറ്റി ഞാൻ ഇവിടെ ഒരു ദിവസം എന്തായാലും. ഓക്കെ ഗൈസ്, ഇവിടെ ഇത്രയൊക്കെ തന്നെ. എന്തോ വലിയ ജനറേഷൻ ഗൈസ്, നമ്മുടെ ഓണമൊക്കെ എത്തി ഗൈസ്. ഞാൻ ഈ വീഡിയോ ഇടുന്ന ദിവസം 19-ാം തീയതിയാണ് ഗൈസ്. നമ്മുടെ വില്ലേജ് വീടിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ പോവാം. ഇവിടെ ഷുഗർ കെയിൻ ഉണ്ടല്ലേ, അത് കിട്ടിയില്ല. മനസ്സിലായി ഗൈസ്. ചിലപ്പോൾ മുട്ടയിട്ട് നമുക്ക് ഇനി ഇങ്ങോട്ട് എക്സ്പ്ലോർ. അവിടെ ഞാനിവിടെ വന്നില്ലടി. ഈ കേവ് കൊള്ളാലോ. നോക്കി തന്നെ നമ്മുടെ മെയിൻ കേവാക്കാം. താഴെ സോംബീസ് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് അടിയുണ്ട്. ഈശ്വര ഡീപ് ഫ്ലൈറ്റിൻ്റെ ലെവലിൽ കാണുന്ന ഒരു ഡയമണ്ടും കിട്ടുന്നു. ഉണ്ടോ കൈസ്? ചെറിയൊരു ലാഗുണ്ട്. എന്താണ് ഫോണല്ലേ എന്തോ ആണെന്ന് പറയാനാ. ഓക്കെ, അവിടെ ടോർച്ച് തോന്നുന്നു. താഴെ സോംബീസ് ഉണ്ട്, ക്രീപ്പേഴ്സ് ഉണ്ട്. അവിടെ ചെറിയില്ല ഇവനെ ഞാൻ ഇത് റെസ്റ്റോറൻ്റ് അത് ഗൈസ്. ഡീപ് സ്ലൈറ്റിംഗ് ലെവലുണ്ട് ഇത്, പക്ഷെ ടോർച്ച് തികയത്തില്ല. ഇവനെ ഞാൻ ഞാനാണ് വിചാരം. ഓക്കെ ഗൈസ്, നമ്മൾ ആ സോംബിനെ കൊന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഗീമി ഡയമണ്ട് ടോർച്ച് ഡയമണ്ട് ഉണ്ടോ? ഇല്ല ഗൈസ്. മൈൻ ഷാട്ട് അല്ലേ ഈ കാണുന്നത് ഞാൻ. ഗൈസ് ഇവിടെ തന്നെ മൈൻ ഷാട്ട് ഉണ്ട് ഗൈസ്, കേവി തന്നെ. നമുക്ക് നല്ല കാര്യമായി ഗൈസ്. ഇവിടെ ഡയമണ്ട്സ്, എനി ഡയമണ്ട്സ്. നമുക്ക് ഡയമണ്ട് ഉണ്ട് ഈ കേവി വരാം ഗൈസ്. നമ്മുടെ മറ്റേ കേവി പോകണ്ട, ഇവിടെ വരാം. ക്രീപ്പർ അങ്ങോട്ട് പോകാൻ പറ്റും. മൈൻ ഷാട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ ഗൈസ്. ഈ വുഡ് കണ്ടിട്ട് കുറച്ചെല്ലാം തോന്നുന്നു. ഇവിടെ സ്പോണ കണ്ടോന്നില്ല. മൈൻ ഷാട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഇതില്ല ഗൈസ്. ലാപ്പീസ് ഉണ്ട്. ലാപ്പീസ് നമുക്ക് വേണ്ടതാണ്. ലാപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാപ്പീസ് ഇരിക്കട്ടെ.
ഓക്കെ ലാപ്പിസ് അക്വയർഡ്. പോവല്ലേ ഇവിടെ അവിടെ ഇവിടെ മൈൻകാട്ടിൽ വെച്ച് ജസ്റ്റ് സ്പോണായിട്ടാണല്ലോ. ആ ജസ്റ്റ് ഇവിടെ ഇവിടെ വെട്ടം വിളിച്ചു ലാവയാണ്. ഇവിടെ ഗോൾഡ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു കൊല്ലടാ. ഇങ്ങനെ കൊല്ല. അവനെ ഞാൻ തന്നെ എൻ്റെ ഷീൽഡ് കൊല്ലും. കളി ഞാൻ പറഞ്ഞില്ല ഉണ്ടോ. അവനാണാണ് അവനെങ്ങനെ കാണാൻ പറ്റുക. ഇപ്പം നമ്മളിവിടെ മൈൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോഴാ ക്രീപ്പർ വന്ന് പൊട്ടിത്തീന്ന്. നമുക്ക് ഈ ഗോൾഡ് കൊണ്ട് എന്തിനാ ഞാൻ എന്തിനാ ഈ ഗോൾഡ് എടുക്കുന്നതെന്ന് ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഗോൾഡ് പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഓറൊന്നും മൈൻഡ് ചെയ്താൽ ഒന്നും പറ്റില്ല. പിന്നെ എന്തുവാ ഗുണമില്ലാത്തൊരു എന്താ ഇഷ്ടമാണെന്നൊക്കെ പറയും ഗോൾഡ്. പക്ഷെ എനിക്ക് ഗുണമുണ്ട്. മറ്റേ ഡയമണ്ട്സ് ഉണ്ടോ? കുറച്ച് ഡയമണ്ട് എടുക്കാൻ കാണുമോ? ഓ ഇവിടെ ബാക്കിയുണ്ട്. മൈൻകാട്ടുണ്ട് ഇവിടെ. മൈൻകാട്ടൊക്കെ ഉണ്ട്. മൈൻകാട്ട് ഞാൻ കാണുന്നില്ല ഗൈസ്. ആ സോംബിയാണ് ഗൈസ്. അവനെ ഞാൻ കാണുന്നുണ്ട്. പൊട്ടനാണ് ഞാൻ. പൊട്ടൻ ആ വാ ശീലുണ്ട്. എനിക്കൊന്നും പറ്റില്ല. വെറുതെ വന്നു. പക്ഷെ നമ്മൾ മൈൻകാട്ട് ഇത് ജസ്റ്റ് നോക്കണം. അത് കാണുന്നുണ്ട്. ചത്തിട്ട് വേണ്ടി പോണോ? എന്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. സ്പോണത് ജസ്റ്റ് ഉണ്ട്. കുറച്ച് ബോണുണ്ട്. ബോട്ടം ഫ്രഷ് സ്ട്രിങ് ഡിസ്ക് ഏതാ ജസ്റ്റ് ഉണ്ട്. അതും കൂടെ ഡയമണ്ട് ഹൗസ് ആണ്. കുറേ ഈറ്റ് പിന്നെ കുറേ സ്ട്രിങ് ഒരു ബോണ്. സ്പോണ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്പോണ ഇവിടെ എന്തുണ്ടോ? മൈൻ ഷോട്ട് ഇവിടെ ബാക്കിയുണ്ട്. ഒന്നും കാണുന്നില്ല. അതാ പ്രശ്നം. നമുക്ക് ചത്താലോ? എൻ്റെ വഴി ഞാൻ മറന്നു. കോർഡിനേറ്റ് മൗണ്ട് ഈ സ്പോണ കൊണ്ട് ഫാമൊക്കെ ഉണ്ടാക്കാൻ കായ്. പക്ഷെ ഇപ്പം എനിക്ക് സമയമില്ല. ക്രീപ്പറെ പൊട്ടിത്തേക്കില്ല. ഓക്കെ നമ്മളെ ക്രീപ്പറെ പൊട്ടിത്തെറിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. രാത്രിയായി. അടുത്ത എപ്പിസോഡിൽ പോവായി. നമുക്ക് നന്നായി പൊട്ടിത്തിറക്കും. ക്രീപ്പറൊക്കെ ആയിരുന്നു. ഞാനൊന്ന് കിടിച്ചൊക്കെ സ്മെൽറ്റ് ചെയ്യുന്നത്. ശിവനാണ് എൻ്റെ മൻ. അവൻ്റെ കണ്ണിലോട്ട് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കരുത്. നോക്കി നമ്മൾ പടവും. ഓക്കെ ഗൈസ് നമുക്ക് കിട്ടിയ ഗോൾഡ് ഇങ്ങോട്ട് വെക്കാം. ഞാൻ അയനൊക്കെ കിട്ടി. ഇപ്പം പകുതിയായിട്ടാണ് വെച്ചത്. വില്ലേജ് ഉണ്ട്. നമുക്ക് ഫോർച്യൂൺസ് എളുപ്പം ഉണ്ടാക്കണം. 8 ഓക്കെ ഗൈസ് ആവുന്നുണ്ട്. കിട്ടിയതൊക്കെ ഇതിനകത്ത് വെക്കാം. ബണ്ടിൽ കോബിൾ സ്റ്റോൺ ഫിഷ് ഇതെല്ലാം വെക്കട്ടെ. എന്തുവാടാ എൻ്റെ വീട് കണ്ടോ ഗൈസ്? വീട് പൊട്ടിച്ചാ ക്രീപ്പറായി. നീ മുടിഞ്ഞു പോടാ ക്രീപ്പറായി. അത് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് വീട് നമുക്ക് അടുത്ത എപ്പിസോഡ് ശരിയാക്കാം. ഇതെല്ലാം കഷ്ടകാലമാണല്ലോ ഇവിടെ എനിക്ക്. ഇനി അടുത്ത ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിക്കുന്നു. നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് പോവാം. 43 ആയതുകൊണ്ട് ഇപ്പോൾ പക്ഷെ ഇവിടെ വെക്കാൻ സ്ഥലമില്ല. ടെസ്റ്റ് നകഞ്ഞ്. ഓക്കെ നമുക്ക് ഇതെല്ലാം വെക്കാം. ഒറ്റ ടോർച്ച് ഇൻവെന്ററിയിൽ. ഓക്കെ ഗൈസ് നമുക്ക് ഇനി ഔട്ട്റോ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡായിട്ട് വരാം. അതായിരിക്കും ബൈ. കഷ്ടകാലമാണല്ലോ ഇവിടെ എനിക്ക്.